എന്റെ പേര് കരീമാണ്. അതാണ് സമയസം പള്ളിക്കുറുപ്പാണ് വീട്. കുറുപ്പാണ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 3 മാസമായി. ആയിക്കോട്ടെ. വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ വണ്ടി 100 ഓക്കെ. നമ്മളിപ്പോ ഏറെക്കുറെ ഇപ്പൊ നമുക്ക് ഏകദേശം എത്ര ലോഡ് 50 അടിയാണോ 6 ഇഞ്ചിലാണോ വയ്ക്കുന്നത്? അവിടെന്ന് നമ്മൾ 2.5 6 വെച്ചിപ്പോ വരുന്നുണ്ട്. ഓക്കെ വലിയ കാര്യങ്ങൾ കുഴപ്പമൊന്നും. ഓക്കെ നമ്മളിപ്പോ ഇതെന്ന് പറഞ്ഞാല് വണ്ടി ടിപ്പറാണെങ്കിലും നമ്മളേതായ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ പോകുന്നുണ്ട്. സർവീസും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സർവീസും കാര്യം ഇപ്പൊ ഒന്നും ഫസ്റ്റ് സർവീസ് ഒന്നും ആയിട്ടില്ല അല്ലെ? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. മൊത്തത്തിൽ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ലോഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ടാറ്റ ചെറുവണ്ടി ഇറക്കിയില് ഈ വണ്ടിനെ കവിച്ചു വെക്കാൻ വേറെ വണ്ടി ആയിട്ടില്ല. അതുപോലെ ഓടിക്കാനുള്ള കംഫർട്ട് കാര്യങ്ങള് സ്വിഫ്റ്റ് കാർ എങ്ങനെയാണോ ആ ഫീല്. അതെ അല്ലാതെ വേറെ ഇതില് വേറെ. ഓക്കെ. നമുക്ക് സർവീസ് ഇപ്പൊ ഒരു വട്ടൊക്കെ എങ്ങനെയുണ്ട് അവരുടെ ബിഹേവിയറും കാര്യങ്ങളും സർവീസ് കാര്യങ്ങളൊക്കെ? സർവീസ് കാര്യങ്ങൾ നമ്മള് ഇതുവരെ കമ്പനി ഭാഗത്തുനിന്ന് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അവര് സ്പോട്ടില് വരുന്നുണ്ട്, ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ അത്ര വലിയ കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടില്ല അല്ലെ? വരാത്ത കാര്യം നമ്മള് വന്നൊന്നും പറയണ്ട. ഓക്കെ ആയിക്കോട്ടെ. എനിക്ക് ഈ വണ്ടി അൽഹംദുലില്ലാ റാഹത്താണ്. ഓക്കെ നമ്മളേതായ ഓട്ടങ്ങളാണ് കാര്യമായിട്ട് ഓടുന്നത്. ഓക്കെ ആയിക്കോട്ടെ. ഇതിലിപ്പോ കൂടുതൽ എംസാൻഡ് എന്തൊക്കെയൊക്കെ വയ്ക്കാം? എംസാൻഡ് സിമെന്റ് കമ്മിയാണ്. വേറെ പാറയുടെ എല്ലാ സാധനം. പിന്നെ എന്തും ഈ വണ്ടി കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡോട്ട് നമുക്ക് മുട്ടുമലയാണ്, രാജസ്ഥാൻ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് ഇതിൽ കൂടെ റിസ്ക് ഇല്ല പോകാം. 6 അടി വഴിയാണെങ്കിലും. ഓക്കെ ആയിക്കോട്ടെ. ഇതിലൊക്കെ വളരെ സന്തോഷം. എന്തായാലും നന്നായിരിക്കട്ടെ. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ.